രോഹിത്തേട്ടാ, പത്തനാപുരത്ത് കെ ഗണേഷ് കുമാർ തോറ്റതോടുകൂടി കേരളക്കരെ ഒന്നാകെ ആശങ്കയിലായിരുന്നു. KSRTCക്ക് ഇനി ആര് ശമ്പളം കൊടുക്കും, 1-ാം തീയതി എങ്ങനെയാണ് KSRTC ജീവനക്കാരുടെ വീട്ടിൽ അരി മേടിക്കുക എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. അതെന്തായാലും ഒഴിഞ്ഞു അല്ലേ? ജൂൺ മാസം ആദ്യം തന്നെ അവർ KSRTC ജീവനക്കാർക്ക് എല്ലാവർക്കും 1-ാം തീയതി തന്നെ അക്കൗണ്ടുകളിൽ ശമ്പളം എത്തിയിട്ടുണ്ട്. വെറുതെ അങ്ങ് ശമ്പളം എത്തിയതല്ല കേട്ടോ. ഇതിനു മുമ്പൊക്കെ ശമ്പളം എത്തുമ്പോൾ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ 4 കോളം വാർത്ത, 1-ാം തീയതി തന്നെ KSRTC ജീവനക്കാർക്ക് ശമ്പളം, മുഴുവൻ ശമ്പളം. 36 മൈക്കുകൾ നെഞ്ചിൽ കുത്തിവെച്ചുകൊണ്ട് പത്തനാപുരത്തെ MLA, കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ പ്രത്യേക അഹങ്കാര വാർത്താ സമ്മേളനം, എന്തൊക്കെ മേളങ്ങളായിരുന്നു. അതെല്ലാം അവസാനിച്ചു. കൃത്യമായി ശമ്പളം കൊടുത്തിട്ടുണ്ട്. ശമ്പളം കൊടുത്തു എന്ന് മാത്രമല്ല, ജൂൺ 15-ാം തീയതി മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം പ്രഖ്യാപിച്ച സൗജന്യ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അതിനുമപ്പുറത്തേക്ക് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അത് കൊടുത്തിരുന്നത് വെറും അടിസ്ഥാന ശമ്പളം മാത്രമാണ്. DA പോലെയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നില്ല. ഇത്തരം ആനുകൂല്യങ്ങൾ കൂടി നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്, അവർക്ക് അവകാശപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുവാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് VD സതീശൻ സർക്കാർ ഉള്ളത്. എന്തായാലും KSRTC ജീവനക്കാർ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ മുന്നിൽ ഒരു കുപ്പി വെള്ളം കിടുന്നതിൻ്റെ പേരിൽ നിങ്ങളെ ആരും വഴിയിൽ തടയില്ല. ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ആരും ചോദ്യം ചെയ്യില്ല. നിങ്ങൾക്ക് ശമ്പളം തന്നതിൻ്റെ പേരിൽ, നിങ്ങൾക്ക് ശമ്പളം തന്നത് ഞാനല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അടിമയായി ജീവിച്ചാൽ എന്താ എന്ന് ആരും ആ ചിന്തയോടുകൂടി ചോദിക്കില്ല. കാരണം ഇതുവരെ നിങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വില്ലനും ചില മണ്ടന്മാരുടെ ജീവിതത്തിലെ നായകനുമായിരുന്ന അയാൾ ഇന്ന് പത്തനാപുരത്ത് കൂടി പണിയെടുക്കുകയാണ്, വെയിൽ കൊള്ളുകയാണ്, വിയർപ്പെടുക്കുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്. പണ്ട് ഇലക്ഷൻ പ്രചാരണത്തിന് പോലും വിയർക്കാത്ത ഒരു വ്യക്തി ഇലക്ഷന് ശേഷം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം പിണറായി വിജയന് വേണ്ടി ഇടതുപക്ഷം വിളിച്ചുകൂട്ടിയ പ്രതിഷേധ സമ്മേളനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ പുള്ളി ഉറക്കെ വിളിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, പറയാതൊക്കെ ചെയ്യാമോ എന്ന് ഉറക്കെ വിളിക്കുന്ന കാഴ്ച കണ്ടു. പരാജയപ്പെട്ടു, വലിയ രീതിയിൽ തോൽപ്പിച്ചു, പൊതുജനം തോൽപ്പിച്ചു. ആ തോൽപ്പിച്ച അയാൾ കുറച്ച് ദിവസങ്ങൾ ഉള്ളിൽ പോയി ഇരുന്നിട്ട് പുറത്തിറങ്ങി വന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും തോറ്റിട്ടില്ല. ഇവിടെ BJP കോൺഗ്രസ് ഡീൽ ഉണ്ടായി, ആ ഡീലിൻ്റെ പുറത്താണ് ഞാൻ തോറ്റത്. കഴിഞ്ഞ ദിവസം ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തെ MLA ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ലഭിക്കുന്ന സ്വീകരണ പരിപാടികളിൽ ഒന്നിൽ അദ്ദേഹം പ്രസംഗിച്ചത്, എനിക്ക് BJPക്കാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, എനിക്ക് CPMകാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, എനിക്ക് CPIക്കാരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൂടാതെ എനിക്ക് കേരള കോൺഗ്രസ് ബിക്കാരുടെ വോട്ടും കിട്ടിയിട്ടുണ്ട്. അത് ആ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു. കാരണം ആ വിഭാഗം ആളുകളൊക്കെ ഞാൻ MLA ആകണമെന്നും അയാൾ പരാജയപ്പെടണമെന്നും ആഗ്രഹിച്ചിരുന്നുവെന്ന് ജ്യോതികുമാർ ചാമക്കാല മൈക്ക് കെട്ടി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകളുടെ ചിന്തയാണ്, ഇയാളില്ലെങ്കിൽ ഇതുണ്ടാവില്ല എന്ന്. ഇപ്പോൾ KB ഗണേഷ് കുമാർ ഉണ്ടായതുകൊണ്ടല്ല KSRTC ഉണ്ടായത്. അത് ഒരു വെല്ലുവിളി പോലെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി KSRTC നിങ്ങൾ എന്തോ ചെയ്യുന്നതെന്ന് കാണാം, നോക്കിക്കോ, ഗണേഷ് കുമാർ പോയല്ലോ, ഇതുവരെ നല്ലൊരു മന്ത്രി വന്നിട്ടില്ല, ഇനിയും വരില്ല എന്നൊക്കെ ഒരു വെല്ലുവിളി ഉണ്ടായി. പലരും പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അയാൾ തന്നെ സ്വയം പറയുന്നതാണ് അഹങ്കാരം എന്ന് വിളിക്കുന്നത്. ഞാൻ പരാജയപ്പെട്ടാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിന് മുമ്പ് 25 വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ KSRTC ഉണ്ട്. ഗണേഷ് കുമാർ മന്ത്രി അല്ലാതിരുന്ന കാലഘട്ടത്തിലും ഇവിടെ KSRTC ഉണ്ട്. KSRTC കേരളത്തിലെ ആരോഗ്യവകുപ്പ് ലാഭത്തിലാകണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതൊരു സർവീസിൻ്റെ ഭാഗം കൂടിയാണ്. പൊതുജനത്തിന് പൊതുഗതാഗതം ഉറപ്പുവരുത്തുക എന്നത് ആ നാട്ടിലെ സർക്കാരിൻ്റെ ആവശ്യം കൂടിയാണ്. അതിനൊരു വ്യവസായമായി മാത്രം കണ്ടാൽ ഒരു പക്ഷേ ലാഭം ഉണ്ടാക്കാൻ പറ്റിയേക്കാം. അങ്ങനെ വ്യവസായമായി മാത്രം കാണാൻ സാധിക്കാത്ത ഇടങ്ങളിലാണ് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്. ഒരു റൂട്ട്, ഒരു വനപാതയിലൂടെയുള്ള ഒരു വഴി, ആ വനപാതയുടെ അറ്റത്ത് ഊരിൽ ഒരു 10-100 കുടുംബങ്ങളുണ്ട്. പോകുന്ന വഴിയിലെങ്ങും മറ്റു വാഹനങ്ങളില്ല. ആ റൂട്ടിൽ സ്വകാര്യ വാഹനങ്ങൾ ഓടില്ല. സ്വകാര്യ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അവിടെ KSRTC സർവീസ് നടത്തുക എന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ്, അല്ലേ? ഉത്തരവാദിത്തമാണ്. കാരണം അത്രയും ജനങ്ങളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് ആ സർക്കാരിൻ്റെ ഭാഗമാണ്. ഇതിനകത്ത് ലാഭനഷ്ട കണക്കുകളൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇനി വലിയ നഷ്ടങ്ങളില്ലാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് അതിൻ്റെ അധികാരത്തിലേക്ക് എത്തുന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ചുമതല എന്ന് പറയുന്നത്.
ഇത് ഒരു ട്രെൻഡ് സൃഷ്ടിക്കുകയാണ്. അതായത് ഇയാളില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന തരത്തിലേക്ക് ഒരു ട്രെൻഡ് സൃഷ്ടിക്കുകയാണ്. നമുക്ക് ഇവിടെ ഈ ഇടതുപക്ഷത്തിൻ്റെ 10 വർഷം നീണ്ട ഭരണത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇവരാദ്യം വന്നത് എന്താണ്? ആദ്യം ഇടതുപക്ഷം അച്യുതാനന്ദൻ്റെ പടമൊക്കെ വെച്ച് ക്യാമ്പയിൻ നടത്തിയത് എന്താണ്? ഇനി കേരളം മാറും ഇടത്തോട്ടെന്ന് എന്തോ അവരുടെ തലവാചകം. എല്ലാം ശരിയാകും, LDF വരും, എല്ലാം ശരിയാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കൊരു വലിയ പ്രതീക്ഷയുണ്ടായി. കാരണം 5 വർഷക്കാലങ്ങൾ ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് ഇവിടെ വികസനവും കരുതലും ഒക്കെ ഉണ്ടായെങ്കിലും ബാർക്കോഴയും സോളാർ കേസും ഈ കോൺഗ്രസിനുള്ള തമ്മിൽ തല്ലുമൊക്കെ അവരുടെ ഇമേജിനെ വല്ലാതെ ബാധിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാം ഒന്ന് ശരിയാകണം എന്നൊരു തോന്നൽ ഉണ്ടായി. അങ്ങനെ അവർ തലവാചകം എഴുതി LDF വരും, എല്ലാം ശരിയാകും. LDF വന്നു. 5 വർഷക്കാലങ്ങളിൽ കോവിഡ്, ഓഖി, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങി ഇവിടെ നടക്കാത്തതെല്ലാം നടന്നു. ജനം ഒറ്റക്കെട്ടായി നിന്നു. സർക്കാർ അതിന് നേതൃത്വം കൊടുത്തു. ആ 5 വർഷം പൂർത്തീകരിച്ചു. 5 വർഷം കഴിഞ്ഞ് 2021 അവരുടെ വാചകം ഉറപ്പാണ് LDF എന്നായിരുന്നു. അതെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഉറപ്പാണ് വികസനം, ഉറപ്പാണ് ആരോഗ്യം, ഉറപ്പാണ് LDF. അത് സക്സസ് ആയി. LDF അധികാരത്തിലേക്ക് എത്തി. അന്നും CPIയുടെയും CPMൻ്റെയൊക്കെ നേതാക്കന്മാരുടെ പടം പ്രചരണ വാഹനത്തിലുണ്ടായിരുന്നു. ഈ 10 വർഷം നീണ്ടു നിന്ന ഇവരുടെ ഭരണം. അപ്പം രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആ മുന്നണിയിൽ പോലും ആരുമില്ലാത്തൊരു സാഹചര്യം. അതിൽ നിന്ന് 2026 ആയപ്പോഴത്തേക്ക് അവരുടെ വാചകം മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ളതാണ്. ഈ നാട്ടിൽ വീട് വെച്ച് കൊടുക്കാൻ മറ്റാരുണ്ട്. അപ്പോൾ ഈ മറ്റാരുണ്ട് ആണ് വലുതായിട്ടിരിക്കുന്നത്. LDF അല്ലാതെ ചെറുതാണ്. ഈ മറ്റാരുണ്ടിൻ്റെ മുകളിൽ പിണറായി വിജയൻ്റെ വലിയൊരു ഫോട്ടോയും. അപ്പോൾ ഈ വോട്ട് ചെയ്ത ജനങ്ങളൊക്കെ വിചാരിച്ചു അത് ശരി, ഇത് മൊത്തം ഇയാളില്ലാതെ വേറൊരാളില്ലേ, നോക്കട്ടെ വേറൊരാളുണ്ടോ എന്ന്. അങ്ങനെ ജനം വേറൊരാളെ തിരഞ്ഞെടുത്തു. അങ്ങനെ VD സതീശ സർക്കാർ അധികാരത്തിലേക്ക് എത്തി. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, അല്ല ഒരു പഴയ കഥയുണ്ട്. ഒരു മിന്നാമിനിങ്ങനെ ഒരു പാമ്പ് എന്നും അങ്ങ് ഉപദ്രവമാണ്. മിന്നാമിനിങ്ങനെ പാമ്പ് എന്നും അങ്ങ് ഉപദ്രവിക്കും. മിന്നാമിനൊക്കെ പാമ്പിനോട് ചോദിച്ചു, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ നീ തിന്നത്തുമില്ല, തിന്നാൻ നിനക്കൊട്ട് വിശപ്പ് മാറത്തുമില്ല, പിന്നെ നീ എന്തിനാണ് എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവസാനം പാമ്പ് പറഞ്ഞു, മിന്നാമിനെ എനിക്ക് നിന്നോടൊരു പ്രശ്നമില്ല, നിന്നെ തിന്നാനുള്ള ഉദ്ദേശമില്ല, പക്ഷെ നിന്റെ ഈ തിളക്കമുണ്ടല്ലോ അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇതൊരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്. ഒരാൾ തിളക്കമെന്ന് ഉദ്ദേശിക്കുന്നതിന് അഹങ്കാരം എന്ന് വേണമെങ്കിൽ കാണാം. ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്നതിന് ശേഷം ജനങ്ങളോട് അഹങ്കാരം കാണിച്ചാൽ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഒരു പബ്ലിക്കിന്റെ ആറ്റിറ്റ്യൂഡാണ്. ഈ കഥയെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതാണ് പത്തനാപുരത്ത് സംഭവിച്ചത്. 25 വർഷക്കാലം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ജനങ്ങൾക്ക് മുന്നിലേക്ക് അഹങ്കാരത്തിന്റെ ആൾരൂപമായി വന്നു. അയാൾ പറയുന്ന അയാളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. സ്വാഭാവികമായ ഒരു പൊതുപ്രവർത്തകന്റെ ജനപ്രതിനിധിയുടെ വ്യക്തി ജീവിതം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു നാടാണിത്. അത് ചോദിക്കാൻ പാടില്ലെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി ഇവിടെ ചെയ്ത വികസനം ഈ കേരളത്തിലെമ്പാടും നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് പത്തനാപുരത്ത് സംഭവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ 2-2.5 വർഷക്കാലം കൊണ്ട് ഇവ KSRTC ഒരു മന്ത്രിയുടെ മണ്ഡലം എന്നുള്ള നിലയിലുള്ള വികസനം ഒന്നും പത്തനാപുരത്ത് ഉണ്ടായിട്ടില്ല. 1000 ബസ്സുകൾ കേന്ദ്ര സർക്കാർ കൊടുക്കാൻ തയ്യാറായിട്ട് അത് വേണ്ട എന്ന് വെച്ച രാഷ്ട്രീയം ഹീറോയിസം. എന്നിട്ട് 160 ഡീസൽ ബസ്സുകൾ കാശ് കൊടുത്ത് മേടിക്കുക. ഹീറോയിസം അല്ല, അതിൻ്റെ പിന്നിലുള്ള കച്ചവട കണ്ണാണ്. അത് കൂടുതലും വാങ്ങിയത് ടാറ്റയുടെ കാറാണ്. ടാറ്റ സീറ പുതിയത് വന്നപ്പോൾ ആദ്യം പുള്ളിക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അഴിമതികൾ കൂടി അന്വേഷിക്കാൻ തയ്യാറാകണം. പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരുടെ എല്ലാ വിധത്തിലും വയറ്റത്തടിക്കുന്ന പരിപാടി. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് ടാർഗറ്റ് വെച്ച് പിരിവെടുക്കാൻ നിർദ്ദേശം കൊടുത്ത ഒരു സർക്കാർ. ആ സർക്കാരിന് അറുതി വന്നു. CP ജോൺ എന്ന് പറയുന്ന പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വന്നു. കേരളം ഭരിക്കുന്നത് VD സതീശൻ സർക്കാരാണ്. അവർ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് കൂടി മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അതിന് യാതൊരു വിധമായ സംശയവും വേണ്ട. KSRTC രക്ഷപ്പെടുക തന്നെ ചെയ്യും.